പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റേതായ ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ ഗുണഫലവും ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുന്നത്. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറംനാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത്. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നത്. ഇതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നതാണ് മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം. ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ സ്ത്രീക്കൊപ്പം ഒരു പ്രത്യേക നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടം ഉണ്ടാവുക. ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതണം. ഇത് പൗർണമിയിൽ എഴുതാം. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച എഴുതാം. ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു. ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസം നല്ലതാണ്. കറുത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇതെഴുതാം. രാഹുകാലത്തും യമകണ്ഠകാലത്തും എഴുതരുത്. ഇത് കലണ്ടറിൽ നോക്കിയാൽ അറിയാം. ഈ നമ്പർ എഴുതാൻ ബേലീഫിൽ എഴുതാം. ഇതല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവയൊന്നും താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈനില്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാം. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്ക് ഒരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറലുണ്ടാകരുത്. വൈകിട്ട് 6-ന് ശേഷം ആലില പറിക്കരുത്. പച്ച മഷിയുള്ള പേന കൊണ്ട് എഴുതണം. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2, 9, 1, 8 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വയ്ക്കാം. അതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്നതും നല്ലതാണ്. ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതുതായി എഴുതി വയ്ക്കണം. സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്തിടത്ത് നോക്കിയിടണം. ആരും ചവിട്ടാത്തിടത്ത് ഇടാൻ സാധ്യമല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ച് കളയണം. ഇതൊരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല എഴുതേണ്ടതെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവ് ജോലിക്ക് പോകുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും ഇത് വീട്ടിലിരുന്ന് എഴുതാം. അതായത് വീട്ടിലൊരു വരുമാന സ്രോതസ് ഉണ്ടാകണം. ഇതല്ലാതെ വെറുതെ ഇരുന്ന് നമ്പർ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല.